ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് പേരുടെ ആഗ്രഹപ്രകാരം നല്ല മൈലേജ് തരുന്ന ഒരു ഡീസൽ വാഹനം, അതും 1,00,000 റേഞ്ചിൽ വരുന്ന ഡീസൽ വാഹനമാണ്. ഒരു 1.30 താഴെ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകണം. അപ്പോൾ ഇത് ഷെവർലയുടെ ബീറ്റ് ആണ്. അപ്പോൾ ബീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ഒരു റേഞ്ചിൽ ഡീസൽ വാഹനങ്ങൾ വേറെ ആ ടൈമിൽ വേറെ ഇറങ്ങിയിട്ടുണ്ടായില്ല. അതിന്റെ പേരിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് അക്സെപ്റ്റൻസ് കൂടാതെ തന്നെ നല്ല നല്ല സെയിൽസ് ഒക്കെ നടത്തിയൊരു വാഹനം തന്നെയാണ് ഈ ഒരു ഡീസൽ വേരിയന്റ് ആയിട്ടുള്ള ഷെവർലെ ബീറ്റ്. അപ്പോൾ ഇത് 2011 ഇതിന്റെ മോഡൽ. സിംഗിൾ ഓണർ വാഹനമാണ്. എടുത്തു പറയുന്നത് സിംഗിൾ ഓണർ വാഹനമാണ്. വെറും 43,000 അറൗണ്ട് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി അത് മാത്രമല്ല, ഇതിന്റെ ഫുള്ള് വ്യൂ, ഇതിനകത്ത് എന്താ കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. കാരണം പ്രൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടി തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുക. അപ്പോഴത്തേക്കും വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷെവർലെ ബീറ്റിൻ്റെ ഫുള്ള് വ്യൂ കണ്ട് തിരിച്ചു വരാൻ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2011 മോഡൽ ഷെവർലയുടെ ബീറ്റ്. അപ്പോൾ ഈ ബീറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സിംഗിൾ ഓണർ വാഹനമാണ്. വെറും 48,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ, മൈലേജ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 936 cc ആണ് എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1000 cc ആയിട്ട് റൗണ്ട് ചെയ്യാം. മാക്സിമം പവർ വരുന്നത് 56 bhp 4000 rpm ജനറേറ്റ് ചെയ്യണം. മാക്സിമം ടോർക്ക് വരുന്നത് 142 Nm 1750 rpm ജനറേറ്റ് ചെയ്യും. ഇത് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും നോക്കേണ്ടത് 175 mm ഗ്രൗണ്ട് ക്ലിയറൻസും, അതുകൂടാതെ തന്നെ ബൂട്ട് സ്പേസ് 170 ലിറ്റേഴ്സും, ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 35 ലിറ്റേഴ്സാണ്. മൈലേജ് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ARAI അപ്രൂവ്ഡ് മൈലേജ് 25 കിലോമീറ്ററാണ്. സിംഗിൾ ഓണർ വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര ശതമാനം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഷെവർലയുടെ LS വേരിയൻ്റ് ആണ്. ഇനി നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങൾ, നമുക്ക് എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നീഡ് ഫോർ സ്പീഡിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അൺസ്റ്റിക്ക് ചെയ്ത് കളയാവുന്നുള്ളൂ. ഇൻറ്റീരിയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മൾ ഡോറിനകത്ത് ഇവിടെ നോക്കുമ്പോൾ പവർ വിൻഡോസ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് തീമിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സീറ്റും കാര്യങ്ങളൊക്കെ പോയേക്കണം. കൂടാതെ നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സെൻട്രൽ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതുകൂടാതെ തന്നെ നമുക്കിനി ഇതിൻ്റെ ബാക്കി ബിൽറ്റ് ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. ആ ഫൈബർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓഡോമീറ്റർ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കാണിച്ചു തന്നേക്കാം. 48,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ കവർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കൂടെ സ്ക്രീനിൽ തന്നെ കാണാവുന്നതാണ്. ബീറ്റിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ക്രീൻസ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഒരു റിറ്റ്സിലൊക്കെ കണ്ട പോലെ എക്സ്ട്രാ ആഡഡ് ആയിട്ട് പോലെ ടാക്കോമീറ്റർ നിൽക്കുന്ന പോലെ തന്നെ ആ ഒരു സ്ക്രീനൊക്കെയാണ് ഈ ഒരു ബീറ്റിന് വരുന്നത്. കൂടാതെ നിങ്ങളുടെ മിഡിൽ ആ ഒരു മ്യൂസിക് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗവും അതുകൂടാതെ തന്നെ റൂഫും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പാസഞ്ചർ സൈഡ് എങ്ങനെയാണ്, സ്പേഷ്യസ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് സ്പേസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു വാഗണാറിലൊക്കെ കാണുന്ന സ്പേസ് തന്നെ നമുക്ക് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറൊന്ന് ക്ലോസ് ചെയ്തേക്കാം. ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ ഭാഗവും അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം.
ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡീസൽ വേരിയൻ്റ് ആയിട്ടുള്ള ഈ ഷെവർലെ ബീറ്റിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഇപ്പോൾ എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാം വളരെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മൈലേജും പവറും തരുന്ന ഒരു വാഹനം തന്നെയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരാം. എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടൊരു സ്മോൾ ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ബൂട്ടും കാര്യങ്ങളും വന്നേക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ് വന്നേക്കുന്നത്. നമുക്ക് സീറ്റ് ഡൗൺ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടി ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ ലിഡിൻ്റെ ആ ഒരു എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ഭാഗവും നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടേക്കാം. നിങ്ങൾ ഈ ഒരു ബീറ്റിന്റെ ആ ഒരു മൊത്തം വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഇനി ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറും നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വാഹനമാണ്, ഡീസലാണ്, 2011 മോഡൽ, നല്ല മൈലേജ് തരും ഈ ഒരു വാഹനം. പിന്നെ ഇതിന്റെ റേറ്റ് പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും അതേപോലെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. പേഴ്സണൽ അപ്ഡേറ്റ്സും കൂടാതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെസ്പോൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഇതിന്റെ റേറ്റ് ജസ്റ്റ് 1.30 lakhs ആണ്. 1,30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം, സംസാരിക്കാം, റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം റേറ്റ് എൻ്റെ വിഭാഗമല്ല. അതിൻ്റെ പേരിലാണ് ഞാൻ റേറ്റ് ആരോടും പറയാത്ത. വേറെ ഒന്നും വിചാരിക്കരുത്. ഇപ്പോൾ നമ്പറിനകത്തേക്ക് തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. പിന്നെ കേരളം മൊത്തം ഡെലിവറി ഉണ്ട്. ആ ഓപ്ഷനോട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാഹനം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പാർക്ക് ആൻഡ് സെൽ ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ ഒന്ന് പാർക്ക് ചെയ്യാം. അവിടെ നിന്ന് തന്നെ വാഹനങ്ങൾ സെയിലാക്കി തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആ ഒരു സേവനങ്ങളാണ് ഈ ഒരു ഷോറൂം തരുന്നത്. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറ് പോലെ നമ്പറിനകത്തേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.